ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രാക്ഷൻ്റെ അതായത് ഭിന്നസംഖ്യകളുടെ ക്രിയകളാണ് പഠിക്കുന്നത്. രണ്ട് ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് ക്രിയ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് 1/2 കൂട്ടണം 3/5. ഈ ഭിന്നസംഖ്യയുടെ ഛേദങ്ങൾ, ഇവിടെ ഛേദങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിൽ ഛേദങ്ങൾ തുല്യമാക്കുകയാണ് ആദ്യം വേണ്ടത്, സമാന ഭിന്നങ്ങളാക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2നെയും 5നെയും നമുക്ക് 10 ആക്കി മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആവും. അപ്പോൾ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 പ്ലസ് 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 10. അപ്പോൾ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 വരും. അപ്പോൾ 5 + 6 11/10 എന്ന് വരും. അതായത് രണ്ട് ഛേദത്തിനും 2നെയും 5നെയും 10 ആക്കി മാറ്റി. അപ്പോൾ അത് പൊതുഛേദമായി മാറി. ആ പൊതുഛേദം അടിയിൽ എഴുതുക. എന്നിട്ട് ഈ 2നെ 5 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 10 കിട്ടിയത്. അപ്പോൾ 1നെയും 5 കൊണ്ട് ഗുണിക്കണം. 5നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇവിടെ 10 കിട്ടിയത്. അപ്പോൾ 3നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 5 + 6/10 എന്ന് വരും. 3/4 കൂട്ടണം 5/7 ആണെങ്കിൽ 4നെയും 7നെയും 28 ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ 28 പൊതുഛേദമായി മാറി. 4നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 28 കിട്ടുക. അപ്പോൾ 3നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 21 പ്ലസ് 7നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 28 കിട്ടുക. അപ്പോൾ 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 വരും. 21 20 കൂടി കൂട്ടിയാൽ 41/28 ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഭിന്നസംഖ്യകൾ കൂട്ടുക. ഇനി കുറക്കലാണെങ്കിൽ ഇവിടെ പ്ലസിന് പകരം ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ് ഇടുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇടുന്നു. അപ്പോൾ 5 - 6 എന്നുള്ളത് ഇവിടെ ആൻസർ -1 എന്ന് കിട്ടും. ഇവിടെ 21 - 20 ആണെങ്കിൽ ഇവിടെ 1/28 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കൂട്ടൽ കുറക്കൽ ഇങ്ങനെയാണ് ചെയ്യുക. ഛേദം ഒരുപോലെ ആക്കിയാലാണ് ഭിന്നസംഖ്യ കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ഛേദങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിൽ ഭിന്നസംഖ്യകൾ കൂട്ടാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഭിന്നസംഖ്യകൾ 2 ഭിന്നസംഖ്യ കൂട്ടുക കുറക്കുക ചെയ്യുമ്പോൾ അവയുടെ ഛേദങ്ങൾ തുല്യമാക്കാൻ വേണ്ടി സമാന ഭിന്നാക്കി മാറ്റണം. ഈ ഛേദത്തെ 2ൻ്റെയും 5ൻ്റെയും പൊതുഗുണിതം ഏറ്റവും ചെറിയ പൊതുഗുണിതം, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ, എൽസിയം എന്നും വേണം പറയാം. അപ്പോൾ 10 ആക്കി മാറ്റി. ആ 10 ആക്കി മാറ്റുമ്പോൾ 2നെ 10 ആക്കി മാറ്റാൻ 5 കൊണ്ടും 5നെ 10 ആക്കി മാറ്റാൻ 2 കൊണ്ടും ഗുണിക്കേണ്ടതുകൊണ്ട് ഈ മുകളിലത്തെ 5 കൊണ്ട് ഇതിനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്നിട്ട് ക്രിയ ചെയ്താൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഇങ്ങനെയാണ് 2 ഭിന്നസംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും ചെയ്യുന്നത്. ഇനി ഗുണനവും ഹരണവും ചെയ്യുന്നതും കൂടി പരിശോധിക്കാം നമുക്ക്. ഇപ്പോൾ 2 ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് ഗുണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പൂർണ്ണസംഖ്യയാണെങ്കിൽ 2 ഗുണിക്കണം 3/5 ആണെങ്കിൽ പൂർണ്ണസംഖ്യയാണെങ്കിൽ ഈ 2നെ 2/1 എന്ന് പരിഗണിച്ചാൽ മതി. ഇനി അത് അങ്ങനെ പരിഗണിക്കുന്നില്ല എങ്കിൽ പോലും ഈ പൂർണ്ണസംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ അംശം ഗുണിച്ചാൽ മതി. 2 ഗുണിക്കണം 3/5 എന്ന് എഴുതിയാൽ മതി. 2 ഗുണിക്കണം 3/5 പൂർണ്ണസംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അംശവും ഈ പൂർണ്ണസംഖ്യയും തമ്മിൽ ഗുണിച്ചിട്ട് 6/5 എന്ന് എഴുതാം. ഇനി 2 ഭിന്നസംഖ്യകളാണ് ഗുണിക്കുന്നത്. ഇപ്പോൾ 2/5ഉം 3/4 ആണ് ഗുണിക്കുന്നതെങ്കിൽ 2ഉം 3ഉം കൂടി അംശം ഗുണിക്കുക. 2 ഗുണിക്കണം 3/5 ഗുണിക്കണം 4 അംശം നേരിട്ട് ഗുണിക്കുക, ഛേദവും നേരിട്ട് ഗുണിക്കുക. 6/20 ഉത്തരം നമുക്ക് കിട്ടും. 6/20 എന്ന ഉത്തരം കിട്ടും. ഇങ്ങനെ ഭിന്നസംഖ്യകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലഘൂകരിക്കാവുന്നെങ്കിൽ ഇതിൻ്റെ ഹയസ്റ്റ് ഫാക്ടർ എടുത്തിട്ട്, അതായത് 6ൻ്റെയും 20ൻ്റെയും ഫാക്ടർ 2ആണ്. 6ൽ 3 2, 20ൽ 10 2. ഇങ്ങനെ നമുക്ക് ലഘൂകരിച്ചിട്ട് എഴുതാനും കൂടി കഴിയും. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്തിട്ട്. അപ്പോൾ ഇതിനകത്ത് HCF എന്ന് പറയും. 6ൻ്റെയും 20ൻ്റെയും ഏറ്റവും ഉയർന്ന ഘടകം 2ആണ്. അപ്പോൾ 6നെ 2 കൊണ്ട് 6ൽ 3 2, 20ൽ 10 2 ഇങ്ങനെ ചുരുക്കി എഴുതാനും പറ്റും. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ അംശങ്ങൾ ഗുണിക്കുക, ഛേദങ്ങൾ ഗുണിക്കുക. കിട്ടിയ ഉത്തരത്തെ ലഘൂകരിക്കാൻ കഴിയുമെങ്കിൽ ലഘൂകരിക്കുക, ഇല്ലെങ്കിൽ പിന്നെ അത് തന്നെ ആൻസറായിട്ട് എഴുതി വെക്കുക. 6/5 നമുക്ക് ലഘൂകരിക്കാൻ വേണ്ടി കഴിയും, അത് തന്നെ ആൻസറാക്കി എഴുതി വെച്ചു. അപ്പോൾ ഭിന്നസംഖ്യകൾ അംശവും ഛേദവും ഗുണിക്കുകയാണ് വേണ്ടത്. ഇനി ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ 4/7 കൊണ്ട് ഹരിക്കണമെങ്കിൽ ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹരിക്കേണ്ട ഭിന്നത്തിൻ്റെ വിൽക്രമം എടുത്തിട്ട് ഗുണിക്കുക. വിൽക്രമം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്, അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ 2/5 ഇൻറ്റു 7/4 ഹരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. ഒരു ഭിന്നസംഖ്യ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിക്കേണ്ടതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അല്ലെങ്കിൽ വിൽക്രമം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി.
ഇതിനൊന്നും മാറ്റം വരുത്തില്ല. 2/5 തന്നെ അവിടെ വെക്കുക. ഈ ഹരിക്കൽ ഇൻറ്റു ആയി, ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു ആയി മാറി. 4/7 7/4 ആയി. ഇനി നേരത്തെ പറഞ്ഞ പോലെ 2 × 7 ഡിവൈഡ് ബൈ 5 × 4 ആയി. 2 × 7 14 ഡിവൈഡ് ബൈ 20 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ അംശം ഗുണിക്കുക, ഛേദം ഗുണിക്കുക. ഹരിക്കുമ്പോൾ ഈ രണ്ടാമത്തേതിൻ്റെ ഹരിക്കേണ്ടതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിൽക്രം എടുത്തിട്ട് ഗുണിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഭിന്നസംഖ്യകളുടെ ക്രിയകൾ. രണ്ട് ഭിന്നസംഖ്യ കൂട്ടുമ്പോൾ ഛേദം തുല്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക, കുറക്കുമ്പോഴും ഛേദം തുല്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗുണിക്കുമ്പോൾ അംശം ഗുണിക്കുക, ഛേദം ഗുണിക്കുക. ഹരിക്കുമ്പോൾ ഹരിക്കേണ്ടതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ഗുണിക്കുക, വിൽക്രം എടുത്തിട്ട് ഗുണിക്കുക. ഇത്രയാണ് ഭിന്നസംഖ്യകളുടെ ക്രിയകളിൽ പ്രധാനമായിട്ട് വരുന്നത്.